ഷെയർ ചെയ്യണം. എന്താ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓമ്പോ കുട്ടി വല്ലാണ്ട് പുരോഗമിച്ചു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു 11:15 പതുക്കെ അടുക്കളയിലോട്ട് കയറിയത് ചോറ് വെച്ചു. ഇന്ന് നമുക്ക് പടവലങ്ങ തോരനും ഇന്നലെ വെച്ച മാന്തൾ കറിയും ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ തോരനുള്ളത് കുഞ്ഞാന്ന് അരിഞ്ഞു വെച്ചു. എനിക്ക് പടവലങ്ങ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വേഗം പാത്രങ്ങൾ കഴുകുകയാണ്. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പാത്രം കഴുകുക എന്നുള്ളത്. അത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ വളരെ സ്പീഡിൽ നിന്ന് പാത്രം കഴുകുകയാണ്. അങ്ങനെ വേഗം കഴുകി കഴിഞ്ഞാൽ ഉള്ള ഗുണം, ഡോൺ ചേട്ടൻ വരുന്ന സമയത്ത് ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് എനിക്ക് പിള്ളേരെയും കൊണ്ടും പോവാം, ഡോൺ ചേട്ടനും പോവാം. എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും 2 മണിക്ക് മുമ്പുള്ളത് കഴിയുകയും ചെയ്യും. പാച്ച് വരുമ്പോഴത്തേനും 3 പേരെയും 3 വഴിക്ക് വിട്ടാൽ എല്ലാവർക്കും സമാധാനമായിട്ടിരിക്കുക. ഇല്ലെങ്കിൽ ഇവർ 3 പേരും കൂടെ കൂടുമ്പോൾ ഭയങ്കര മേളമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോഴത്തെ റൊട്ടീൻ എന്ന് വെച്ചാൽ പാച്ച് വരുന്നതിന് മുമ്പ് 1:15 ആകുമ്പോൾ ഞാൻ പതുക്കെ പിള്ളേരെയും കൊണ്ട് മുകളിൽ പോകും. കാരണം ഇവർ ഒന്നിച്ച് കൂടിയാൽ നല്ല ജഗ പുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുകിയ ഉടനെ പാത്രങ്ങൾ അതാത് സ്ഥലത്ത് എടുത്തു വെക്കും. അങ്ങനെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ഇനി കുക്കർ കഴുകണം, കാരണം ചോറ് ഞാൻ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഊറ്റിയാൽ വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചേക്കും കേട്ടോ. ഇതിപ്പോൾ സ്പീഡിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം മാന്തളിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 12:30 ആയപ്പോൾ തന്നെ 12:20 ആയപ്പോൾ എല്ലാം റെഡിയായി. ഡോൺ ചേട്ടന് ഞാൻ ഒരു പ്ലേറ്റിൽ ചോറ് ഊറ്റിയെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ വരുമ്പോൾ ആറിയിട്ടത് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ തിളച്ച ചൂടിലാണ് കഴിക്കുക. അങ്ങനെ തിളപ്പിച്ച് കുപ്പിയൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. എൻ്റെ ഒരു സഞ്ചി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സഞ്ചിയിലൊക്കെ എടുത്തിട്ട് സ്റ്റെയർ കേസിൽ കൊണ്ടുവെക്കും. തോമു വരുമ്പോൾ തോമുവിൻ്റെ ബാഗ്, സ്നാക്സ് ബാഗ് ഒക്കെ ഞാനെടുത്ത് സ്നാക്സിൻ്റെ ബോക്സൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അതവിടെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു കമൻറ്റ് കിട്ടി. പുതിയ ആളാണ് കേട്ടോ, പുതിയൊരു കമൻറ്റ് ഇടുന്ന ആളാണ്. അതായത് ഈ ബ്രെഡും ജാമും സീരീസ് ഇടാനാണോ അത്ര ബുദ്ധിമുട്ട്, 2 ബ്രെഡിൻ്റെ ഇടയിൽ ജാം വെക്കാനാണോ ബുദ്ധിമുട്ട്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചിടുന്നത്. എന്താണ് ഞാൻ ഡെയിലി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ കണ്ടശാമുമായിട്ട് റീൽസ് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ വ്യക്തിയോട് ഇഷ്ടമില്ലെങ്കിൽ കാണാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തോമു വന്നു, ചെരുപ്പ് ഊരിയിട്ട് കയറാനായിട്ടുള്ള തത്രപ്പാടിലാണ്. അപ്പം ബെൽറ്റ് ഇന്ന് ടൈറ്റായിരുന്നു. അപ്പോൾ അത് കാരണം കുമ്പിടാൻ പറ്റുന്നില്ല, ബെൽറ്റ് ടൈറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് മനസ്സിലായില്ല, അവൻ കംപ്ലൈൻ്റ് ആയിട്ട് പറയണം ബെൽറ്റ് ടൈറ്റാണെന്നുള്ളത് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ പറഞ്ഞാൽ അതല്ല, എനിക്ക് കുമ്പിടാൻ പറ്റുന്നില്ല ബെൽറ്റ് കാരണം. അപ്പോൾ പിന്നെ കാര്യം വേഗം മനസ്സിലായി. അങ്ങനെ ഇന്ന് കാര്യമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് പിള്ളേരുമായിട്ട് ഇരുന്നു, പിന്നെ സന്ധ്യയായപ്പോൾ ഇറങ്ങി ചെന്നു. പിന്നെ ഇന്ന് റൂം ക്ലീനിങ് ആയിരുന്നു മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. മോർണിംഗ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. ഹായ് പറ. ഹായ്. ചാക്കോ എണീറ്റിട്ടുണ്ട്. ഡോൺ ചേട്ടൻ ഓൾറെഡി എണീറ്റ് പോയിട്ടുണ്ട്. സമയം 8:25. ഞങ്ങൾ ലേറ്റായിട്ട് എണീക്കുന്ന ദിവസം ഡോൺ ചേട്ടൻ നേരത്തെ എണീറ്റ് പോകും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്ന് ഞാനും പിള്ളേരും കൂടെ അക്കീടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അക്കീടെ അടുത്ത് പോകുന്നുണ്ട് ഞങ്ങൾ. കഴിഞ്ഞ ദിവസം അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പം അക്കി വിചാരിച്ചു ഞാൻ പിണങ്ങിയിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പം ഇന്നെന്തായാലും പിള്ളേർക്ക് അവധിയല്ലേ, അപ്പം ഞാനൊന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകണം. എന്നിട്ട് തോന്നുന്നു അക്കി എടുത്ത് പോകാൻ ഇഷ്ടമാണോ? അക്കീനെ ഇഷ്ടമാണോ? അക്കീൻ്റെ അടുത്ത് പോവാട്ടോ നമുക്ക്. ഇന്ന് തോമന് സ്കൂളിൽ പോകണോ? ഇന്ന് ഹോളിഡേയാ? എന്ത് ഡേയാ? സാറ്റർഡേ. സാറ്റർഡേ. തോമു സാറ്റർഡേ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. നേരത്തെ എണീറ്റിട്ട് അമ്മ ഇന്ന് സ്കൂളിൽ പോകണോ, സ്കൂളുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. തോമുവിന് എല്ലാ ശനിയും ഞായറും
തോമൻ ചോദിക്കുന്നൊരു ചോദ്യം, അത് ഫസ്റ്റ് സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എണ്ണീറ്റിട്ട് ചോദിക്കും, അമ്മ ഇന്ന് സ്കൂളിൽ പോകണോ, ഇന്ന് സ്കൂളിലുണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് തോമോന്. അല്ല തോമോ, അല്ല തോമോ. ചാക്കോ ഇന്ന് സ്കൂളിൽ പോകണ്ടേ ചാക്കോ? ഹായ് പറഞ്ഞേ. സഞ്ചി എടുത്തോണ്ടിരിക്കുക പോവാൻ. ഹലോ പറ. ഉത്തരവാദിത്തമുള്ള വീട്ടിലെ കുട്ടിയാണ്, അതിന് മാത്രം ഉത്തരവാദിത്വം കടമകളും ഉള്ളൂ. ചാക്കോ കുപ്പി എടുത്ത് ബാഗിലിട്ടേ. ആ എടുത്തിട് വാ, ബാക്കി കുപ്പികളൊക്കെ എടുത്തിട് വാ. ഇതെടുത്ത് വെക്ക്, ഈ കുപ്പി എടുത്തിട് വാ. കൈ കുടുങ്ങിയാ? ആ എല്ലാം എടുത്തിട്, എല്ലാം എടുത്തിട്. ആണ്ട് പോയി. അയ്യോ എൻ്റെ എന്തിനാ പേടി? കുമ്പിടാൻ കഴിയത്തില്ല ചാക്കോയ്ക്ക്. ചാക്കോ ചാക്കോ അപ്പോൾ വരുമ്പോൾ നല്ല അടി കിട്ടും കേട്ടോ തോമോ. ഇന്നിന്നും ദിവസം നിരങ്ങിയേ പോവുള്ളൂ. എനിക്കാണെങ്കിൽ ഞാൻ ആ കബോർഡ് ഫുള്ളി ഓർഗനൈസ് ചെയ്ത് മാറ്റിയിട്ടില്ല, അത് മാറ്റണം. അങ്ങനെ കുറേ കാര്യം കൊണ്ടിനി, പക്ഷെ പെൻഡിങ് ആണ്. അല്ലേ തോമോ? അല്ലേ അല്ലേ തോമോ? റീഡിങ് ഡേ ബുക്ക് വായിച്ചായിരുന്നോ? അവർക്ക് റീഡിങ് ഡേ ലൈബ്രറി കൊണ്ട് ബുക്ക് വായിക്കുകയും ഒക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. ഫോട്ടോസ് ഫസ്റ്റ് സ്കൂൾ പോലെ പരിപാടികളുടെ അന്ന് ഫോട്ടോസ് അയക്കും, അല്ലാണ്ട് ഡെയിലി ഉള്ള വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞ പോലെ പിള്ളേരെ മേയ്ക്കാനിരിക്കുമോ, സ്ട്രെങ്ത് കൂടുതലാണല്ലോ, ക്ലാസ്സിലെ സ്ട്രെങ്ത് കൂടുതലാണ്. ഇവർ 10-15 പേര് ഇരിക്കണ പോലെ അല്ലല്ലോ. ഇവരെനിക്ക് തോന്നുന്നത് ഒരു 30-30 മുകളിൽ പിള്ളേരുണ്ട് അവരുടെ ക്ലാസ്സിൽ. അങ്ങനെ കാര്യങ്ങൾ. ഇന്ന് ഡാഡിക്കും മമ്മിക്കും പഴങ്കഞ്ഞിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾക്ക് നൂഡിൽസ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് പൊതുവേ രാവിലെ നൂഡിൽസ് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മളന്ന് ഒരു കഴിഞ്ഞ ദിവസം കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിരുന്നു, അതൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പൊതുവെ മടുപ്പാണ്. നോക്കണം. എന്തായാലും ഡോൺ ചേട്ടൻ പോണ കൂട്ടത്തിൽ അക്കിയുടെ വീട്ടിൽ പോകാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഒരു സൈഡ് ഡോൺ ചേട്ടൻ്റെ കൂടെ പോവാം, ഒരു സൈഡ് ഓട്ടോയിൽ തിരിച്ചു വരാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ആണോ? ഇടിച്ചില്ലേ? ആ അക്കീൻ്റെ വീട്ടിൽ പോകാൻ ഇഷ്ടമാണോ? അക്കീനെയാണ് ഇഷ്ടം പേപ്പനെയാണോ ഇഷ്ടം? അക്കിക്ക് പേപ്പ കേക്കണ്ട, ചാക്കോച്ചിന് പേപ്പനെ ഇഷ്ടം അല്ലേ? അക്കീനെ മാത്രം ഇഷ്ടം. ഷോ അക്കി ഇത് കാണുമ്പം പറയും ഷോ ചാക്കോ പേപ്പൻ്റെ വീട്ടിൽ പോവാം. അക്കിൻ്റെ വീട്ടിൽ പോവാ. നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, വരും. അമ്മ ഓർഡർ ആക്കി, പക്ഷെ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞ ചേട്ടൻ. വണ്ടിയിൽ കൊണ്ടുവരണ്ടേ? ആ റെഡ് പിക്കപ്പ് പോലത്തെ ഒരു വണ്ടിയിലൊരു ചേട്ടൻ വരില്ലേ? തോമോ ഇന്നലെ കണ്ടില്ലേ കൊറിയർ വന്നത് ഒരു വണ്ടിയുമേ, റെഡ് വണ്ടി, ആ വണ്ടിയിൽ കൊണ്ടുവരും. ഇതൊക്കെ സംശയങ്ങളാണെന്നറിയോ? എനിക്ക് പാർസലും വേണം. ഇന്നലെ ഇവർ താഴെ നിർത്തിയിട്ട് ഡൗൺ ചേട്ടൻ വന്നതിന് ശേഷം ഞാൻ മുകളിൽ വന്നു കേട്ടോ, ബെഡ്ഷീറ്റൊക്കെ മാറ്റാനായിട്ട്, റൂം ഒതുക്കി തുടയ്ക്കാനായിട്ട്. ഞാൻ മോസ്റ്റ്ലി സാറ്റർഡേയ്സിലാണ് ബെഡ്ഷീറ്റ് മാറ്റി റൂം 2 ദിവസം കൂടുമ്പോൾ തുടയ്ക്കും, അടിച്ച് ഡെയിലി വാരും. പക്ഷെ ശനിയാഴ്ച ഫുള്ളി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യും. എങ്ങനെയാണ് മുറി പൊടി വരുന്നതെന്ന് അറിയില്ല. സോ വീക്ക്ലി വൺസ് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിൽ തറ തുടയ്ക്കും കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഡിമ്പിളിനോട് മറ്റേ പുഴു പോലെ ഇരിക്കുന്ന സാധനം കൊടുത്തില്ല. ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ല. അപ്പോൾ രാത്രി പോകാൻ നേരത്ത് ചോദിക്കുക, ഡിമ്പിളിനെ നോക്കി നിമിഷ പാട്ട് പാടിയതാട്ടോ. നൂഡിൽസ് കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? എങ്ങനെ തോമോ?
പാടി അക്കീടെ അവിടെ കൊണ്ടുപോവാ, ഇല്ല നിന്നെ കൊണ്ടുപോകില്ല. ശരിക്കും പാട്, കൊഞ്ചാണ്ട് പാട്. നീ ഉണ്ടായിരുന്നോ? നീ ഇവിടെ നിന്നില്ല, ഇവിടെ നിന്നില്ല, ഉണ്ടായിരുന്നോന്നേ ഉള്ളൂ. ഒരു നാരായണപുരത്ത് കവറിനകത്തോട്ട് തോമ്പ് സൗണ്ട് കുറച്ച് വെച്ചു കൂട്ടാ. കവറിനകത്തോട്ട് കുപ്പിയിടുക, അതെടുക്കുക, ഇത് തന്നെ ജോലി. എന്തിട്ടാ തൊണ്ട് അത് ആ കുപ്പി എടുത്തിട്ടേ, കുപ്പികളെടുത്തിട്. ചാക്കോ അക്കിയുടെ വീട്ടിൽ വരുന്നുണ്ടാ? അയ്യോ, കുപ്പി എടുക്ക പോയാ പിന്നെ ചാക്കോ എങ്ങനെ കുപ്പി പാൽ കുടിക്ക? ഡയപ്പിട്ട് നടക്കാ ചക്ക രാവിലെ. വച്ചു, ഗുഡ് ബോയ്. അക്കിയുടെ വീട്ടിൽ പോവാ? വേണ്ട, അമ്മ പോവാട്ടോ അക്കിയുടെ വീട്ടില്. ആ, തോമുചാട്ടനും ഞാനും അക്കിയുടെ വീട്ടിൽ പോവാം, പേപ്പറിൻ്റെ അടുത്ത് പോവാം. ഞാൻ കള്ളനായി മാറി. എന്താ റൈമിങ്? പർപ്പിളായി മാറി, കള്ളനായി മാറി. ആ, ഇപ്പൊ നിമിഷ വഴി കവിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. എന്തൊക്കെയോ ട്രോ തുറക്കുന്നവർക്ക് അടിയുടെ പെരുന്നാളാണെന്ന്. ആ, ചവിട്ടും, എൻ്റെ കാലം ചവിട്ടല്ലേ. നിങ്ങൾ ഈ ഒരു വീഡിയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. വീഡിയോ ഇടാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. എന്താന്ന് പറഞ്ഞ ശരിക്കും പറ. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്താ ഓമ്പോ കുട്ടി വല്ലാണ്ട് പുരോഗമിച്ചു. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ പറ തോന്നു. Bye. See you. See you. Take care. Take care. Love you all. I love you. പറ, ഷെയർ ചെയ്യണം. Subscribe ചെയ്യണം. അത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല കേട്ടോ, അവനായിട്ട് പറഞ്ഞപ്പം ഞാൻ ശരിക്കും ഞെട്ടിയതാണ്. അതാണ് എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ വന്നത്. എനിവേ നമുക്ക് നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ.